Welcome back to my channel. Let's do it with Ash. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വോൾ ഡെക്കർ ആണ്. ഈ ക്യൂട്ട് ആയിട്ടുള്ള വോൾ ഡെക്കർ ഉണ്ടാക്കാൻ നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ന്യൂസ് പേപ്പറും പെയിന്റും ഫ്ലവർ മേക്കിംഗ് വയറും ഉപയോഗിച്ചാണ് ഈ ക്യൂട്ട് ആയിട്ടുള്ള ഒരു വോൾ ഡെക്കർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു വോൾ ഡെക്കർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യമായി ഞാനിവിടെ ഒരു തിക്കായിട്ടുള്ള ഡ്രോയിങ് ഷീറ്റിൽ മേപ്പിൾ ലീവ്സിൻ്റെ ഷേപ്പിൽ കുറച്ച് ലീവ്സ് വരച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 15 ലീവ്സ് ആണ് ഞാനിവിടെ വരച്ചെടുത്തിരിക്കുന്നത്. പല സൈസിലും ഷേപ്പിലുമായിട്ടുള്ള ലീവ്സ് ആണ് ഞാനിവിടെ വരച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ലീഫിലുമായിട്ട് കളേഴ്സ് പെയിൻറ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ യെല്ലോ കളറും ഓറഞ്ച് കളറിലെയും റെഡ് കളറിലെയും ഗ്രീൻ കളറിലെയും അക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ ലീഫിൽ ഞാനിവിടെ റെഡ് കളറാണ് പെയിൻറ് ചെയ്തെടുക്കുന്നത്. ഈ ലീഫ് ഫുള്ളും ഇതേപോലെ റെഡ് കളർ പെയിൻറ് ചെയ്തെടുക്കുക. അതിനുശേഷം ഓറഞ്ച് കളറിലെ പെയിൻറ് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ കുറച്ച് ലൈൻസ് അകത്ത് വരച്ചു കൊടുക്കാം. രണ്ടാമത്തെ ലീഫിൽ പെയിൻറ് ചെയ്യാനായി ഞാനിവിടെ ഗ്രീൻ കളറാണ് യൂസ് ചെയ്യുന്നത്. ഗ്രീൻ കളറും ഇതേപോലെ ഫുൾ ലീഫിൽ പെയിൻറ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ലീഫിനകത്തായി റെഡ് കളർ ഉപയോഗിച്ച് ഞാനിവിടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ യെല്ലോ കളറും ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതായി ഞാനിവിടെ യെല്ലോ കളറിലെ പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. യെല്ലോ കളറിലെ പെയിൻറ് ഈ ലീഫിൽ ഇതേപോലെ തന്നെ പെയിൻറ് ചെയ്തെടുക്കുക. അതിനുശേഷം റെഡ് കളറിലെ പെയിൻറ് ഉപയോഗിച്ച് അകത്ത് ലൈൻസ് വരച്ചു കൊടുക്കാവുന്നതാണ്. ഇതേപോലെ ഓറഞ്ച് കളറിലെ പെയിൻറ്റും ഈ ലീഫിൽ അടിച്ചെടുക്കുക. അതിനുശേഷം റെഡ് കളറിലെയും യെല്ലോ കളറിലെ പെയിൻറ് ഉപയോഗിച്ച് ഇതിനകത്ത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ യെല്ലോ കളറിലെ ലീഫിനകത്തും റെഡ് ലൈൻസ് ഇതേപോലെ നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ലീവ്സ് എല്ലാം ഞാനിവിടെ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഈ ലീഫിന് വേണ്ടിയുള്ള സ്റ്റെമ്മും ബ്രാഞ്ചുമാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ന്യൂസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ന്യൂസ് പേപ്പറിൻ്റെ അറ്റത്തായി ഇതേപോലെ ഒരു സ്റ്റിക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ക്ലോസ് ചെയ്യാനായി ഇതേപോലെ ഫെവിക്കോൾ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ഇതേപോലെ ഒരു പീസ് കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് 2 പീസാണ് വേണ്ടുന്നത്. ഇനി നമുക്ക് ഈ പേപ്പർ റോളിനകത്തായി ഫ്ലവർ മേക്കിംഗ് വയർ ഇതേപോലെ ഇട്ട് കൊടുക്കുക. നമുക്ക് നല്ലൊരു ഷേപ്പിന് വളച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു വയർ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ബ്രാഞ്ചസിനായി ഈ ഒരു സൈസിലെ ന്യൂസ് പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ഇതേപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് റോൾ ചെയ്തെടുക്കുക. ഈ ഒരു സൈസിൽ ഞാനിവിടെ 15 പേപ്പേഴ്സ് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഈ റോൾ ചെയ്ത പേപ്പറിലെല്ലാം ബ്രൗൺ കളർ ഉപയോഗിച്ചൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാ പേപ്പറിലും ബ്രൗൺ കളർ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ ചെറിയ പേപ്പർ റോളിലെല്ലാം ഫ്ലവർ മേക്കിംഗ് വയർ ഇട്ട് കൊടുക്കണം. ഇനി അടുത്തതായി ഈ വലിയ 2 പീസും ഇതേപോലെ ഒന്ന് വളച്ചെടുക്കുക. അതിനുശേഷം ഈ ഒരു ഷേപ്പിലാക്കുക. പിന്നീട് നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം.
അടുത്തതായി നമുക്ക് ഈ ചെറിയ പീസ് ഈ ഒരു വലിയ പീസിൻ്റെ 2 സൈഡിലുമായിട്ട് ബ്രാഞ്ചസ് പോലെ ഇതേപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ചെറിയ പീസും ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കളർ ചെയ്ത് വെച്ച എല്ലാ ലീഫും ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാ ലീവ്സും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു വാൾ ഡെക്കർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വാൾ ഡെക്കർ ഇതേപോലെ നമുക്ക് ലിവിംഗ് റൂമിലെല്ലാം വെക്കാവുന്നതാണ്. അപ്പം ഇന്ന് കാണിച്ച ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുക. അപ്പം ഇനി നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.